ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു AJ വ്ളോഗ്സ്. AJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. ആൻഡ് ഇന്നത് എടുക്കുമ്പോൾ എനിക്കറിയില്ല ഇതിന് എന്നാണ് പോസ്റ്റ് ചെയ്യണത്, ബിക്കോസ് ഇറ്റ് മൈ ടേക്ക് സം ടൈം. യു വാണ്ട് ജോയിൻ മീ? ഹലോ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നേ ഞാൻ അവിടെ കാനഡയിലേക്ക് വന്നപ്പോൾ ഇനീഷ്യൽ ഒരു മന്ത്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരു മനുഷ്യരില്ല. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ കുറച്ച് മലയാളി ഫാമിലി ഉണ്ട്, പക്ഷെ ഇവരെല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ബിസി ആയിട്ട് പോകണം. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എൻഗേജ്മെന്റ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ബിസി ആയി പോവും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ലല്ലോ. ഇവരായിട്ട് വന്നു അങ്ങനത്തെ ടൈമിൽ എനിക്ക് ഭയങ്കര ബോറടി ആയിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന കുട്ടികൾ സ്കൂൾ വിടുന്ന സമയമാകുമ്പോൾ ഞാൻ അവിടെ എൻട്രൻസിൽ വന്ന് നിൽക്കും. കാരണം അവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ഉണ്ടെന്ന് വർത്താനം പറയാലോ എന്ന് വെച്ചിട്ട്. കളിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ളൊരു കൂട്ടത്തിലുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് വിനു. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ കളിക്കുക, ഗ്രൗണ്ടിലേക്ക് വാ, അവിടെ പാർക്ക് ഉണ്ട്, അപ്പൊ നീ അവിടെ എൻഗേജ് ആവും, അപ്പൊ ആൾക്കും കളിക്കും ചെയ്യാം, ഞാൻ അകത്തിരിക്കണ്ട, അങ്ങനെ പറഞ്ഞ് ചെന്നതാണ്. അന്ന് ആണ് വിൻചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കാണുമ്പോൾ ആളുടെ വൈഫ് ജീവ ചേച്ചി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരി നാട്ടിൽ വെക്കേഷന് പോയിരിക്കുകയായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ഇതുപോലെ കാണുന്നത് അവരെ ആനിവേഴ്സറിയുടെ അന്നാണ് നമ്മൾ കാണുന്നത്, ജൂൺ 9 എവിടെയോ ഒരു ലോങ് വീക്കെൻഡ് വന്നപ്പോൾ ഞങ്ങൾ എവിടെ പോയി താമസിച്ചിരുന്നു. അന്ന് ഇതുപോലെ വിൻചേട്ടൻ വിളിക്കുകയാണ്, പോരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നിട്ട് അങ്ങനെ കൂടുതൽ പരിചയമായി. വന്നിട്ടുള്ള ഒരു വിഷമം മാറിയത് അവരെ കണ്ടേ പിന്നെയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, ഷോപ്പിങ്ങിന് പോവും, ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു, ഗ്രോസറി വാങ്ങാനും എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചാണ് പോവാറ്. പള്ളിയിൽ പോണത് അങ്ങനെയുള്ള ഒരുപാട് പിടുത്തു പറയാൻ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഓരോ വീക്കെൻഡ് വരെ ഞാൻ ലിറ്ററലി വെയിറ്റ് ചെയ്യും, കാരണം എങ്ങനെയൊക്കെ പോകാലോ എന്ന് വെച്ചിട്ട്. ആൻഡ് ഫൈനലി നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ട്, അപ്പം അന്നത്തെ ഉണ്ണിയായിരുന്നു നമ്മുടെ ഏടനായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയുടെ ഉണ്ണി. നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി. ആൻഡ് ഫൈനലി യെസ്, ദേ പ്രഗ്നന്റ്. നമ്മൾ ജെൻഡർ റിവീൽ പാർട്ടി പോലെ നടത്തുന്നുണ്ട്. സോ നമ്മുടെ കയ്യിൽ ജെൻഡർ കിട്ടിയിട്ടുണ്ട്. അതായത് മോനും അവരെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ എൻവലപ്പ് കൊണ്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റിങ്ങിലാണ് ഞാൻ അത് തുറന്നു നോക്കുക. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും തുറന്നു നോക്കുക. ആൻഡ് അതിന്റെ ബേസിൽ നമ്മൾ സൺഡേ സർപ്രൈസ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ കുറേ നാളത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്യൂ മോർ മന്ത്സ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടാവുള്ളൂ. സോ അൻറ്റിൽ ദെൻ ലെറ്റ്സ് വെയിറ്റ്. അപ്പം ഞാൻ എൻവലപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത്ര എക്സൈറ്റ്മെന്റ് എനിക്ക് പോലും ഇത്ര നാളെ വീട്ടിലേക്ക് വന്നിട്ട് തോന്നിയിട്ടില്ല. കയ്യിൽ റിസൾട്ട് ആയിട്ട് വരുന്നു. ഐ എം സോ എക്സൈറ്റഡ്. യെസ്. നമ്മുടെ ഞാൻ പോയി എല്ലാരും കേള് പറയുമ്പോ ഒരാളും മാറി പറയണ്ടേ. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അതായത് എനിക്ക് അവർക്ക് ബോയ് വേണമെന്ന് ആഗ്രഹം, പക്ഷെ അവരുടെ ഗട്ട് ഫീലിംഗ് അവർക്ക് ഗേൾ ആണെന്ന്. സോ ഐ ഡോണ്ട് നോ. ബോയ് It's a boy. Dr. Kimberly Rogers. My guess is correct. എന്റെ ഗസ്സാണ് കറക്റ്റ്. ഞാൻ ബോയ് തന്നെ പറഞ്ഞത്. ബേബി ബോയ് തന്നെ പറഞ്ഞത്. അങ്ങനെയല്ല, എനിക്ക് ആഗ്രഹം എന്താണ്, പക്ഷെ മനസ്സ് പറഞ്ഞതല്ല, അവരെ ഗട്ട് ഫീലിംഗ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞു ബേബി ബോയ്. നീ കഴിച്ചാ ബേബി ബോയ് എന്ന് പറഞ്ഞില്ലേ? ബേബി ബോയ് കളിക്കുട്ടിക്കാരൻ ബോയ്.
ഞാൻ പറഞ്ഞില്ലേ പോലെയാണ്. അപ്പൊ ഈ ജാസ്മിൻ ചേച്ചി എടുക്കുമ്പോ അജിനെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞാ വിളിക്കണത്. ലെറ്റ്സ് വിളിക്കട്ടെ. ജാസ്മിൻ ചേച്ചി ജീവി ചേച്ചിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. സോ എടുക്കും. അവർക്കിപ്പോ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ട്. സോ ബേബി ബിസി ആയിരിക്കും. ഹലോ അറിഞ്ഞു. നിങ്ങളുടെ ഗസ്റ്റ് പറ. നിങ്ങളുടെ ഗസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ ബോയ്. ഇവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് ഇവര് ഞാനുള്ളത് വാങ്ങാൻ പോയത്. അവര് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഗേൾ ആണെന്ന്. ജീവ മാത്രല്ല വിനിച്ചാണ് എല്ലാവരും വീട്ടുകാരെല്ലാരും പറയുന്നത് ഗേളാണെന്നാണ്. അവിടെ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരിക്കും അവർക്ക്. ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവിടെയും. ഓ അങ്ങനെ ചിന്തിച്ചില്ലേട്ടോ. കോമ്പറ്റീഷൻ ആവല്ലോ. സൺഡേ സെലിബ്രേറ്റ് ചെയ്യാം. ആൻഡ് ഓർഡർ ചെയ്തല്ലോ. പിന്നെ കേക്ക് ചേച്ചി സെറ്റ് ചെയ്തോ? ഓക്കെ ഓക്കെ. താങ്ക് യു. ശരി. ഓക്കെ ഓക്കെ. കാണാം. ഓക്കെ ഓക്കെ. ബൈ. ഹലോ ഗൈസ്. എവിടെ നമ്മൾ എവിടെ പോവാ? ഞങ്ങള് ജെൻട്രിവിൽ പാർട്ടിക്ക് വേണ്ടി ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ അവരുടെ വീട്ടിലേക്ക് വേണ്ടിയാണ്. വീട്ടിലേക്ക് വെച്ചാൽ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഓർഡർ ചെയ്തേക്കണേ. അപ്പൊ അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം അത് പിക്കപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് പണികളൊക്കെ അതിൽ ഒപ്പിക്കാനുണ്ട്. എന്നിട്ട് വേണം നാളെ സെറ്റാക്കാൻ. ഹലോ ഗൈസ്. അപ്പൊ നമ്മള് ഇന്നലെ നമ്മൾ പോയിട്ട് എടുത്ത സാധനങ്ങളാണ്. ജീജസിന്റെ വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ നമ്മളൊരു ഐഡിയ കാണിച്ചാൽ എന്തൊക്കെയാണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ബലൂൺസ്. എല്ലാം പല പല കളേഴ്സ് ഉണ്ട്. നമ്മൾ ബ്ലൂവും പിങ്കും മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ സാധനം. ഇത് കാണുമ്പോ ഒന്നും തോന്നില്ല, പക്ഷെ ഇത് വീർപ്പിച്ച് നല്ല അടിപൊളിയായിരിക്കും. ഇത് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ടോപ്പില് ഇങ്ങനത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അടിപൊളിയായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സെറ്റ് എടുത്തത്. വീർപ്പിച്ച് കഴിയുമ്പോൾ പറയാം ഇതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ നമ്മള് ഒറ്റയടിക്ക് നമ്മള് എന്താ പറയാ അവരെ അറിയിക്കുന്നില്ല. കുറച്ച് പർട്ടിക്കുലർസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ അറിയിക്കുന്നത്. അപ്പൊ അതില് ഒന്നാണ് ഇത് നമ്മൾ ഈ ക്രോസ് ആൻഡ് സീറോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കളി കളിക്കാറില്ല. അതുപോലെ നമ്മൾ ഇങ്ങനെ അത് മറിച്ചിട്ട് ലാസ്റ്റ് ഒരു റോയല് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, അല്ലെങ്കിൽ പിങ്ക് ആണെങ്കിൽ പിങ്ക്, അങ്ങനെ വരുന്നൊരു സാധനമാണ്. ഇത് തുറന്നു നോക്കിയിട്ടില്ല. അത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വാങ്ങിച്ചത് അവർക്ക് ഡാഡ് ടു ബി മോം ടു ബിയും പിന്നെ അതിൻ്റെ സാഷ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റ്. പിന്നെ നമ്മുടെ മോം ടു ബിക്ക് തലയിൽ ഇങ്ങനെ വെക്കാനുള്ള തിയാറ. ഇതല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ്. ആമസോണിൽ നല്ല സാധനങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കണേ. പിന്നെ ഈ സാധനം ഇത് അടിപൊളിയാട്ടോ. ഇത് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് നമുക്ക് ബാക്ക് ഡ്രോപ്പ് ഓൾറെഡി ഉണ്ട്. നമ്മളത് ഓൾറെഡി വാങ്ങിയിട്ട് ഞാനിവിടെ റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കച്ചവടമൊക്കെ നടന്നു. കച്ചവടത്തെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ വാങ്ങി ഞാനത് റെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാരണം നമുക്ക് ഈ പ്രാവശ്യം ആരുടെ ഒന്നും റെന്റ് ചെയ്യണ്ട. അപ്പൊ അതിന്റെ ഇടയക്കോട് ഇടാനാണ് ഈ സംഭവം. ഓ ബേബി നല്ല ക്യൂട്ടായിട്ട് നല്ല എന്താ ഈ മെറ്റീരിയൽ പറയാ, ചാക്ക് തുണി പോലത്തെ ഒരു സംഭവമാണത്. നല്ല രസമുണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ നമ്മള് പറ്റിക്കൽസ് പരിപാടിയായിട്ട് കാണിക്കാൻ പോകുന്നതാണ് ഇതെന്താ വെച്ചാൽ നമ്മളൊരു ബോക്സില് ഇതിങ്ങനെ വെച്ചിട്ട് പുൾ ഔട്ട് പോലെ, അതായത് ഇങ്ങനെ പുൾ ചെയ്യുമ്പോൾ പിങ്ക് വരും, പിന്നെ ബ്ലൂ വരും, പിങ്ക് വരും, ബ്ലൂ വരും, അങ്ങനെ കളേഴ്സ് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ വൈറ്റ് കളറില് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ജെൻഡർ എങ്ങനെ റിവീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കളർ ഏതാണ്
അതെ, ഇപ്പൊ പിങ്ക് ആണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വെക്കും, ബ്ലൂ ആണെങ്കിൽ പിങ്കിനെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ്. എന്റെ ഫോണില് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കാരണം, അതായത് കുറച്ച് വീഡിയോസ് എടുക്കുന്നല്ലോ, അതുകൊണ്ട് എന്താ സ്പേസ് കഴിഞ്ഞു. നല്ല പോട്ടെ, കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് ബാക്കി വീഡിയോസ് നമ്മൾ സൽമാന്റെ ഫോണിൽ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിരുന്നത് എങ്ങനെയാണ്, അപ്പ അമ്മ സോറി ബട്ട് യു ബോത്ത് ഹാവ് ടു വെയിറ്റ് എ ലിറ്റിൽ മോർ ടു നോ മീ. നമ്മൾ വിചാരിക്കും ശരിക്കും. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ അവര് വിചാരിച്ചേക്കുന്നത് ഇത് ഗേൾ ബേബി ആണെന്നാ. ലാസ്റ്റ് വരുന്നത് പിങ്കും. ഇനി അതിൽ കൺഫ്യൂഷൻ അവർക്ക് വരുമോന്നാണ്. പോട്ടെ, എന്തായാലും ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിന് അവർക്ക് മനസ്സിലാവുന്നതായിരിക്കുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ശരിക്കും ജെൻഡർ റിവീൽ ചെയ്യണേ. ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ഡ്രോപ്പിൽ തന്നെയാണ് ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതൊരു ബാഗാണ്. ഈ ബാഗിൻ്റെ അടുത്ത് നമ്മുടെ ബ്ലൂ ബലൂൺസ് നമ്മൾ നിറയ്ക്കും. ആൻഡ് നമ്മൾ ഇതിന് ത്രെഡ് അതിൽ തന്നിട്ടുണ്ട്. ആ ത്രെഡിൽ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ മറന്നുപോയി, ഞാൻ നോക്കട്ടെ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി സാധനമാണ്. ഇതിൽ നമ്മൾ ബലൂൺസ് ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ ആ ത്രെഡ് വെച്ചിട്ട് ഇവിടെ കുറെ ഹോൾസ് ഉണ്ട്, ഇത് വെച്ച് നമ്മൾ ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ ബാക്കി ത്രെഡ് വെച്ചിട്ട് നമ്മൾ ആ എന്താ പറയാ ബാക്ക് ഡ്രോപ്പിൽ, റൗണ്ട് ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്യും, ഹാങ് ചെയ്യും. എന്നിട്ട് അവര് ഇത് പുൾ ഔട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബലൂൺസ് നിലത്തേക്ക് വീഴും. ദി എൻഡ്. ഇങ്ങനെയാണ് നമ്മൾ പരിപാടി അവതരിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ ഈ ബലൂൺസ് ഒക്കെ ഉറപ്പിച്ചുണ്ടാക്കണ്ടേ, അതിന് വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രിക് എയർ പമ്പ്. ഇതിൽ ഇന്നലെ മനോഹരമായിട്ട് ബലൂൺസ് ഒക്കെ വീർത്ത് വന്നതാണ്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞു ബലൂൺസ് ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഇത് ഓർഡർ ചെയ്തപ്പോൾ അതിൽ ഹാൻഡ് പമ്പ് കണ്ടു. മാനുവലായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പമ്പ്. അപ്പൊ അതുള്ള കാരണം നമ്മൾ അത് വെച്ചിട്ടാണ് ഇതിൽ വീർക്കാത്ത സാധനം ചെയ്യുക. ബാക്കിയുള്ള ഇത് ഭയങ്കര സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര ഒച്ചയുണ്ട്, അതുപോലെ ഭയങ്കര സ്പീഡിൽ ഇത് ഡെമോൺസ്ട്രേഷൻ കാണിച്ചതായി സെറ്റ് വാങ്ങാം. ഇത് ഭയങ്കര ചെറുതാണ്. ഒരു യെല്ലോ ബലൂണാണ് ഗൈസ്. യെല്ലോ ബലൂണാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതിൽ ഞാൻ ഇവിടെ കുത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ എന്നിട്ട് കണ്ടോ, അത്രയ്ക്കുള്ളൂ, സിമ്പിളാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ജെൻഡർ റിവീൽ നടത്തിയിട്ട് ഊതി അവിടെ വായൊക്കെ പൊട്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ വായ പൊട്ടിക്കുന്നില്ല. നമ്മൾ ഇതിൽ ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതൊക്കെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുങ്ങി കെട്ടി നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ കുറെ ഡെക്കർ ഉണ്ട്, കാരണം നമ്മുടെ ഈ ബാക്ക് ഡ്രോപ്പിൽ ഈ ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്യണ്ടല്ലോ, അത് നല്ല ഭംഗിയിൽ ചെയ്യണല്ലോ, കുറെ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് ബാക്കി വിഷ്വൽസ് ആക്കാം. ഈ ബലൂൺ ആദ്യം കൂടുതൽ, ഈ ബലൂണല്ല ഡാർക്ക് ബ്ലൂ. ഗൈസ്, ഞങ്ങളെല്ലാം സെറ്റായി. ഞങ്ങൾ വിജയുടെ ഫ്ലാറ്റിന്റെ താഴെ വന്ന് നിൽക്കുകയാണ്. ഇനി സാധനങ്ങൾ അൺലോഡ് ചെയ്യണം. പിന്നെ ബാക്ക് ഡ്രോപ്പും ബലൂൺ സെറ്റിങ്ങും ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഒരുവിധം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയ്ഡൻ ഉറങ്ങിപ്പോയി. ആള് എഴുന്നതായിരുന്നു, പിന്നെ ഉറങ്ങിപ്പോയി. യാ, ആൻഡ് അവൻ്റെ ഡ്രസ്സ് ഭയങ്കര സ്പെഷ്യൽ ഡ്രസ്സാണ്. കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജാക്കറ്റ് ഇട്ട് കവർ ചെയ്തു. ജെൻഡർ റിവീലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഷർട്ടാണ് ഞാൻ ഹെയ്ഡുനെ ഇടിപ്പിച്ചിട്ടുള്ളത്. അല്ല, അവർ കാണും എന്തായാലും. ഞാനിത് ഇപ്പോൾ ഒരു അകത്ത് വെച്ചത്, മെയിനായിട്ട് അവർ വരുമ്പോൾ കണ്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട്. യാ, സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ആകെ ഒരു തിക്കും തിരക്കായിരുന്നു. പിന്നെ ഒരുങ്ങാനുണ്ട് ഒക്കെ. ഹറി ബറി ആയിരുന്നു. നല്ല സാധനങ്ങൾ എടുത്തിട്ടില്ലേ ദൈവമേ, എങ്ങാനും എടുത്തിട്ടില്ലെങ്കിൽ പണി വാളും. എനിവേസ്, ഇതാണ് എൻ്റെ നെത്തത്. ഒന്നും ഒരുങ്ങാൻ പറ്റില്ല. ഐലൈനർ പോലും ഇട്ടിട്ടില്ല, അതുകൊണ്ട് മസ്കാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ആവശ്യത്തിലധികം ലിപ്സ്റ്റിക് ഉള്ള കാരണം ഒരു ഫോട്ടോ എടുത്തപ്പോൾ വിജാട് ചോദിച്ച പോലെ ഇത് ആരുടെ ജെൻഡർ റിവീൽ, എൻ്റെ ആണോന്ന്. അതുകൊണ്ട് ഇത്ര മതി. ഓക്കെ, ആളെ
വന്നു വിൻചേട്ടന്റെ. ഹായ് ഡാഡ് ടു ബി. നമസ്കാരം.